പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ഈ തലമുറകളുടെ ഒരു വിടവ്, പത്രപ്രവർത്തനത്തിൽ നിന്ന് അങ്ങനെ ഒരു വിരമിക്കൽ ഇല്ല എങ്കിൽ പോലും സീനിയർ ജേർണലിസ്റ്റ്, അതായത് റിട്ടയർ ചെയ്ത പെൻഷൻ പറ്റിയ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായാണ് ഈ സീനിയർ ജേർണലിസ്റ്റ് ഫോറം എന്ന് പറയുന്ന ആ സംഘടന രൂപീകരിക്കപ്പെട്ടതും നമ്മുടെ പൂർവികരുടെ ശ്രമഫലമായി ഒരു ചെറിയ തോതിൽ തുടങ്ങിയ ഒരു പെൻഷൻ അത് ഇപ്പോൾ ഏതാണ്ട് 11,000 രൂപയായി വർദ്ധിപ്പിച്ച് മരുന്ന് വാങ്ങാനുള്ള കാശെങ്കിലും മിക്കവാറും എല്ലാ പത്രപ്രവർത്തകർക്കും കിട്ടിയിട്ടുണ്ട്. അത് ഒരു ജീവിത ഉപാധിയായി അത് മാറിയിട്ടുണ്ട്. ആ സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ വിരമിച്ച പത്രപ്രവർത്തകർ മാത്രമല്ല, വിരമിക്കാത്ത പത്രപ്രവർത്തകരും അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്രപ്രവർത്തകർക്ക് ഇപ്പോൾ ഒരു സുരക്ഷിതത്വമില്ല. മുമ്പ് 1956 മുതൽ ഈ വേജ് ബോർഡ് ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വേജ് ബോർഡ് പത്രപ്രവർത്തകർക്ക് നിയമപരമായിട്ട് നടപ്പാക്കുമായിരുന്നു. ഓരോ വേജ് ബോർഡ് ശുപാർശകളും കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാ സ്ഥാപനങ്ങളും അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ 1987 കേരള കൗമുദിയിലെ റിപ്പോർട്ടറായിട്ട് വരുമ്പോൾ ഈ എൻ്റെ കൂടെ പഠിച്ച ഒരേ ഇൻ്റർവ്യൂവിന് പോയ എൻ്റെ സുഹൃത്ത് SN കോളേജിലെ അധ്യാപകനായിട്ട് കയറിയപ്പോൾ അദ്ദേഹം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ ഒരു 20% അധികമായിരുന്നു ഞാൻ വാങ്ങിയത്. ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ 28 വർഷം കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം വാങ്ങുന്ന ആ ശമ്പളം എന്ന് പറയുന്നത് 1,20,000 രൂപ. പത്രപ്രവർത്തകരായ ഞങ്ങൾക്ക് ഞാൻ റിട്ടയർ ചെയ്തത് 30,000 രൂപ ശമ്പളത്തിൽ. വ്യത്യാസം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ വേജ് ബോർഡിൻ്റെ ഈ 1996 ശേഷം ഞാൻ കയറുമ്പം ബച്ചാമത്തെ വേജ് ബോർഡായിരുന്നു. അതിനുശേഷം മജീദിയ വേജ് ബോർഡ് വന്നു. അതിനുശേഷം മാനിസാന വേജ് ബോർഡ് വന്നു. ഈ മാനിസാന വേജ് ബോർഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പത്രമുതലാളിമാരല്ല, അവിടെ BJP സർക്കാർ കേന്ദ്രത്തിൽ വന്നു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഈ കോർപ്പറേറ്റുകളെല്ലാം പത്ര മാനേജ്മെൻറ്റ് മൊത്തം ഈ കോടതിയെ സമീപിച്ചു. ഈ വേജ് ബോർഡ് അനുസരിച്ചുള്ള ശമ്പളം ഞങ്ങൾക്ക് ഭയങ്കര ഭാരമാണ്, ഇത്രയും വലിയൊരു ശമ്പളം നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ അതിന് കേന്ദ്ര ഗവൺമെൻറ് അതിന് എതിരായിട്ട് ഈ കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി അവർ സമ്പാദിച്ചു. അവിടെ വെച്ചാണ് പത്രപ്രവർത്തകരുടെ തകർച്ച തുടങ്ങിയത്. ഈ നമ്മുടെ ആ ഗ്രാഫ് കുത്തനെ താഴോട്ട് പോയത് പിന്നീടാണ്. ഇത്ര സർക്കുലേഷനുള്ള ഒരു പത്രസ്ഥാപനത്തിൽ ഇത്ര പേര് ജോലി ചെയ്യണം, ഇത്ര പേർക്ക് ഇന്ന ശമ്പളം കൊടുക്കണം എന്നുള്ള വ്യവസ്ഥകളൊന്നും ഇല്ലാതായി. കോൺട്രാക്ട് വ്യവസ്ഥയിൽ അവർക്ക് ആരെ വേണമെങ്കിലും നിയമിക്കാം. വലിയ ഈ മസ്തിഷ്കം വിലയ്ക്ക് വാങ്ങാമല്ലോ. നമ്മൾ 10, 20, 25 വർഷം സർവീസ് ഉള്ളവർ എഴുതുന്ന വാർത്തയുടെ മൂല്യം അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം കിട്ടത്തില്ല എന്നുണ്ടെങ്കിലും ഈ മസ്തിഷ്കം അവർക്ക് MAയും PhD ഒക്കെ ഉള്ള ആളുകൾ 10,000 രൂപ കൊടുത്താൽ കിട്ടും. അപ്പോൾ ഈ ഞങ്ങൾ 25,000, 30,000 രൂപ ശമ്പളം മേടിക്കുന്ന മുതിർന്ന പത്രപ്രവർത്തകരെ എങ്ങനെയെങ്കിലും ഓരോ പത്രസ്ഥാപനത്തിൽ നിന്ന് നിഷ്കാസിതരാക്കി അതിന് പകരമായിട്ട് ഒരു 3 MAക്കാരെയോ അല്ലെങ്കിൽ PhDക്കാരെയോ ഈ പത്രസ്ഥാപനത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. അപ്പോൾ ഞങ്ങളുടെ ഒരാളിൻ്റെ ശമ്പളം കൊണ്ട് 3 പേർക്ക് ഇത് ചെയ്യാം. അങ്ങനെ പുകച്ച് പുറത്ത് ചാടിക്കുന്ന ഒരു സംവിധാനം ഈ പത്രസ്ഥാപനത്തിൽ വന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും താഴ്ന്ന ഒരു അതപ്പതിച്ച സ്ഥിതിയിൽ ഞാൻ റിട്ടയർ ചെയ്യേണ്ടി വന്നത് ഈ ഒരു ഗതികേട് കൊണ്ടാണ്. അതിനെതിരെയുള്ള ഒരു ശക്തമായ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ സീനിയർ ജേർണലിസ്റ്റ് ഫോറം എന്ന് പറയുന്ന സമ്മേളനം. ഇത് കൊല്ലത്താണ് നടക്കുന്നു. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ ഒരു വെളിപ്പാടകനെയാണ് ഞാൻ താമസിക്കുന്നത്. കൊല്ലത്ത് ജനിച്ച് വളർന്ന ഒരാളാണ്. ഈ കൊല്ലം എന്ന് പറയുന്നത് കടല്, അതുപോലെ തന്നെ കായൽ, കിഴക്ക് ഇത് മലനിരകൾ, അതുപോലെ തന്നെ ഈ മൺറോത്തുരുത്ത് പോലുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെ അഷ്ടമുടിക്കായൽ, ഇതിൻ്റെ എല്ലാം പ്രകൃതി ദൃശ്യങ്ങളുടെ ഒരു കേദാരമാണ് ഈ കൊല്ലം എന്ന് പറയുന്നത്. ചരിത്രം എത്രയോ ഉണ്ട്. ആ ഒരു ചരിത്രം പേർന്ന ഈ കൊല്ലം നഗരത്തിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾക്ക് അധികമായ ചാരിതാർത്ഥ്യമുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ പ്രതിനിധികളെയും ഞങ്ങൾ സ്നേഹോഷ്മളമായി സ്വീകരിക്കുന്നു. ഏറ്റവും ഭംഗിയായി ഈ സമ്മേളനം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നടക്കും എന്നും പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.